താങ്ക് യു. സോ ഐ തിങ്ക് ഞങ്ങൾക്കൊരു ബ്രേക്ക് എടുക്കാൻ സമയമായി. കാരണം നമ്മളെല്ലാവരും ഇവിടെ ഗ്യാതേർഡ് ആയിരിക്കുന്നത് യശ്വരായിട്ട്. അപ്പൊ നമ്മളെല്ലാരും ഇവിടെ കൂടിയിരിക്കുന്നത് രേഖാചിത്രത്തിന്റെ എന്തിനു വേണ്ടിയിട്ടാ? സക്സസ് സെലിബ്രേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആസിഫിക്ക് വരാനായിട്ടൊരു 10 മിനിറ്റ്സും കൂടെ ടൈം ഉണ്ടെന്നാണ് പറഞ്ഞത്. ബട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അദ്ദേഹം വരണവരെ ഓൾറെഡി ഇവിടെ ഒരുപാട് പേര് ഗ്യാതേർഡ് ആയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ബ്രേക്ക് എടുക്കാണ്. ഒരു നല്ല കൈഡി കിട്ടിയാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോക്കോളാം. താങ്ക് യു സോ മച്ച്. അതെ, ആൻഡ് സിനിമയിൽ പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ട് എന്റെ ഷാരിക. ഫ്യൂ ലൈൻസ് നമുക്ക് വേണ്ടി ഒന്ന് പാടോ? നമ്മുടെ ലാലേട്ടന്റെ പടത്തിൽ പാടിയിട്ടുണ്ട് എന്റെ ഷാരിക. ആ പാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ടോ? അപ്പൊ നമുക്ക് വേണ്ടി അതിന്റെ ഫ്യൂ ലൈൻസ്. അദ്ദേഹം നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അസാധ്യമായിട്ട് പാടി, അതുകൊണ്ട് പാടാൻ ലേശം പേടിയുണ്ട് എനിക്ക്. ഇത് 2008 നടന്ന കാര്യമാണ്. അത് പറയുമ്പോൾ എന്റെ പ്രായം പുറത്തു വരാത്തതുകൊണ്ടാണ് ഞാൻ പാട്ടുകാരി എന്ന് അധികം ഓർക്കാത്തത്. 2008 സൂപ്പർ സ്റ്റാർ ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിരുന്നു. അതില് വിന്നറായിട്ടാണ് ശ്രീ എം ജയചന്ദ്രൻ സാറ് മാടമ്പി എന്ന് പറഞ്ഞ ഫിലിമിൽ എനിക്കൊരു പാട്ട് സമ്മാനിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ വരികളായിരുന്നു. സുദീപ് ഏട്ടനോട് ഒരു പാട്ടായിരുന്നു. എന്റെ ശാരികേ പറയാതെ പോകയോ കിനാവിലെ കിളിവാതിലിൽ പാതിമാ. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺസ് ആണ്. അതുകൊണ്ട് കൈയടിക്കാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവരോട് സ്നേഹമുള്ള ആൾക്കാരൊക്കെ ഒരു ഒത്തിരി കൈകളുണ്ട്. അവർക്ക് വരാനായിട്ടുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കേണ്ട നിങ്ങളാണ്. സോ എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതായിരിക്കും, നമ്മുടെ സ്റ്റേജിൽ വരുന്നതായിരിക്കും. എല്ലാ ആക്ടേഴ്സും എല്ലാ പ്രിയപ്പെട്ടവരും രേഖാചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെ എത്താൻ പോകുന്ന എല്ലാവരും തന്നെ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. സോ മനസ്സ് നിറഞ്ഞ ഉള്ളതൊക്കെ കൈകൊണ്ട് നമുക്ക് കാലിക്കറ്റിന്റെ മണ്ണിലേക്ക് വെൽക്കം ചെയ്തോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആകെ മൊത്തം സ്മോക്ക് ആണ്. നമുക്ക് ആസിഫലിയെ കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ പൊന്ന്, നമ്മുടെ പ്രിയപ്പെട്ട മനോജ് കെ ജയൻ, നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളെയൊക്കെ നേരിൽ കാണാനായിട്ട് നമ്മുടെ കാലിക്കറ്റിന്റെ മണ്ണിൽ yes please put your hands together. and ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ചോട്ടെ അതോ നിങ്ങൾ വിളിക്കോ? ഞാൻ വിളിക്കണോ? നിങ്ങൾ നിങ്ങളൊന്ന് വിളിച്ചേ. സ്റ്റേജിലേക്ക് വരൂ ആസിഫക്ക. oh my god, നിങ്ങളുടെ സ്വന്തം രേഖാചിത്രം 50 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത പടമാണ്. തിയേറ്ററുകളിൽ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ രേഖാചിത്രം കണ്ടിട്ടുള്ള ആസിഫ് അലിയുടെ മുഴുവൻ ഫാൻസും ഒരു അസാധ്യ നേടി എല്ലാവരും ചേർന്നുണ്ട്.
കൂടെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഞാൻ ശ്രീ മനോജ് കേജൻ ഉൾപ്പെടെ എല്ലാവരെയും ഒന്ന് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഓരോരുത്തരെയും പേര് വിളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ കാണുന്ന ആൾക്കാർ മുഴുവൻ അക്ഷമരായിട്ട് ഏകദേശം 6 മണി മുതൽ ഇങ്ങനെ കാത്ത് നോക്കി ഇരിക്കുകയാണ്. സോ എവ്രിബഡി, സോ രേഖാചിത്രത്തിന്റെ ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂ നമ്മളുടെ കൂടെ ഇന്നത്തെ ദിവസം ജോയിൻ ചെയ്യാണ് ഈ വലിയ സന്തോഷാഘോഷങ്ങളുടെ ഭാഗമായി കണ്ട. അപ്പൊ ഒരു കിടിലൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി നമുക്ക് തന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഒരുപാട് സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഇനി കാത്തിരിക്കുന്നത് നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ വാക്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആദ്യം ആരാണ് സംസാരിക്കണ്ടേ? ആദ്യം ആർക്കാണ് മൈക്ക് കൊടുക്കണ്ടേ? ഓക്കെ, സംസാരിച്ചോളൂ. നമസ്കാരം കോഴിക്കോട്. ഈ കയ്യടിക്കും ഈ ബഹളത്തിനും വേണ്ടി തന്നെയാണ് കോഴിക്കോട് തന്നെ ആദ്യം ആഘോഷം വേണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. രേഖാചിത്രം റിലീസായ ആദ്യത്തെ ദിവസം മുതൽ എല്ലാ ഷോകളും മിനിമം 80% ഒക്കുപെൻസിയിൽ ഈ കോഴിക്കോട് ഓടിക്കൊണ്ടിരിക്കുമ്പോ വേറെ എവിടെ ആഘോഷങ്ങൾ ആരംഭിക്കും? ഒരുപാട് സന്തോഷം. രേഖാചിത്രം എന്ന് പറഞ്ഞ ഈ സിനിമ നിങ്ങൾ എല്ലാവരും സ്വീകരിച്ചതിന്, ഇത് ഇത്ര വലിയൊരു വിജയമാക്കി മാറ്റിയതിനും ഞങ്ങൾ എല്ലാവരും നേരിട്ട് വന്ന് കണ്ട് നിങ്ങളോട് നന്ദി പറയണമെന്നും കോഴിക്കോട് നിന്ന് തന്നെ രേഖാചിത്രത്തിന്റെ വിജയ ആഘോഷം വേണമെന്നും ഈ വിജയ